ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നത് 1000 സൂര്യന്മാർ ഉദിച്ചു വരുമ്പോൾ എത്രമാത്രം പ്രഭ ഉണ്ടാകുമോ അത്രയും പ്രഭ ദേവി ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാകും എന്നാണ്. ദേവി ഇരിക്കുന്നത് ശ്രീചക്രത്തിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ നമ്മുടെ മനസ്സിനെയും പ്രാണനെയും നിയന്ത്രിച്ചാൽ സാക്ഷാൽ ശ്രീ ലളിതാ പരമേശ്വരിയിലേക്ക് എത്തുമെന്ന്. ചക്രരാജം എന്ന് പറയുന്ന രഥത്തിൽ ആരൂഢയായിരിക്കുന്നവളാണ് സാക്ഷാൽ ശ്രീ ത്രിപുര സുന്ദരി. അപ്പോൾ ശ്രീചക്രത്തിൽ ഏതു ഭാഗത്താണ് ദേവി ഇരിക്കുന്നത്? മധ്യഭാഗത്ത്, ബിന്ദുസ്ഥാനത്ത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിത്തമാകുന്ന മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ആ അമ്മയെ കാണാൻ കഴിയും. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേവി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 70 മുതൽ 73 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 70ാമത്തെ നാമം: കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരിചക്രം, കിരി എന്നാൽ പന്നി. ഇവിടെ 2 തരത്തിൽ അർത്ഥമെടുക്കാം. ഒന്ന്, പന്നിയുടെ ആകൃതിയിലുള്ള രഥം. 2, പന്നികളാൽ വലിക്കപ്പെടുന്ന രഥം എന്നും പറയാം. ശക്തിസേനയിലെ അടുത്ത ദേവിയുടെ പേരാണ് ദണ്ഡനാഥ. ഈ ദേവി കിരിചക്രത്തിലാണ് ഇരിക്കുന്നത്. ഈ ദേവിയെ വാരാഹി എന്നും പറയും. ഈ ദേവിയുടെ സൈന്യാധിപത്യം വാരാഹി ദേവതയ്ക്കാണ്. ആ ദേവത എപ്പോഴും ദേവിക്ക് മുൻപിലാണ് സഞ്ചരിക്കാറ്. ഇനി 71ാമത്തെ നാമം: ജ്വാലാമാലിനി കാക്ഷിപ്ത വഹ്നി പ്രാകാരമധ്യക. ഈ ശക്തിസേനകൾ പല തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളാണ് മെനഞ്ഞത്. കാരണം ഭണ്ഡാസുരൻ സാധാരണ ഒരു അസുരനല്ല, പല വരങ്ങളും സിദ്ധിച്ച ആളാണ്. അങ്ങനെയുള്ള ആ അസുരനെ വധിക്കാൻ ദേവി പല തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു. അതിലൊന്നാണ് വഹ്നിപ്രാകാരം. അത് അഗ്നിമയമായ ഒരു കോട്ടയാണ്. അത് ഉണ്ടാക്കിയത് ജ്വാലാമാലിനിക എന്ന ദേവതയാണ്. ആ ദേവതയാൽ ആക്ഷിപ്തമായ സ്ഥാപിതമായ വഹ്നിപ്രാകാരത്തിൽ മധ്യക എന്നാൽ അതിലേക്ക് പ്രവേശിച്ചവൾ, വഹ്നിപ്രാകാരത്തിലേക്ക് പ്രവേശിച്ചവൾ എന്നർത്ഥം. ഇനി 72ാമത്തെ നാമം: ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത. ഭണ്ഡസൈന്യം, ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധ ഉദ്യുക്തം, വധിക്കാൻ വേണ്ടി ഉദ്യുക്തരായ, തയ്യാറായി നിൽക്കുന്ന ആ ദേവതമാരുടെ, ആ ശക്തിസേനയുടെ വിക്രമം, അവരുടെ ആ പരാക്രമത്തെ, അവരുടെ ആ സന്നദ്ധത കണ്ടിട്ട് ഹർഷിത, അതിൽ സന്തോഷിച്ചവൾ. അപ്പോൾ എന്താണ്? തൻ്റെ സേനകളുടെ ആ സന്നദ്ധത കണ്ടിട്ട് അത്യധികം സന്തോഷവതിയായവൾ എന്നർത്ഥം. അടുത്തത് 73ാമത്തെ നാമം: നിത്യാപരാക്രമാഡോപ നിരീക്ഷണ സമത്സുക. നിത്യാശക്തി, നിത്യാദേവതമാർ, അവർ 15 ദേവതമാരാണ്. 15 ചാന്ദ്രദിനങ്ങൾക്ക് ഓരോന്നിനും ഓരോ അതിദേവതകളുണ്ട്. അവരാണ് യഥാക്രമം പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, അങ്ങനെ 15 ദേവതകൾ അടങ്ങിയവരാണ് നിത്യാശക്തികൾ. ഇവരുടെ ആടോപത്തെ, പരാക്രമത്തെ, ഊറ്റത്തെ, അത്രയും ആവേശത്തോടു കൂടിയുള്ള അവരുടെ ആ പരാക്രമത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ സമുത്സുക, ദേവിക്കും ഒരാവേശം തോന്നുന്നു. അപ്പോൾ നിത്യാദേവതമാരുടെ പരാക്രമത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവളായ ദേവി എന്നർത്ഥം. ഇതെല്ലാം ശക്തിസേനയെ പറ്റിയുള്ള വർണ്ണനയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ.